മെയ് മാസത്തിലെ ക്ഷേമ പെൻഷനുള്ള തീയതി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ എന്നിവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. കൂടാതെ വിവിധ ക്ഷേമ നിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നതാണ്. 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ ഈ മാസം 3200 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. കുടിശ്ശികയുള്ള ഒരു ഗഡു കൂട്ടിയാണ് 3600 രൂപ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. മെയ് മാസം 24 ശനിയാഴ്ചയായിരിക്കും വിതരണം ആരംഭിക്കുക. അടുത്ത ആഴ്ചക്കുള്ളിൽ പൂർണ്ണമായി വിതരണം നടക്കുന്നതാണ്. സഹകരണ ബാങ്ക് വഴി വീട്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും ശനിയാഴ്ച തന്നെ ആരംഭിക്കുന്നതാണ്. ബാക്കിയുള്ളവർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തും. കൂടാതെ ഇപ്പോൾ യാതൊരു വിധത്തിലുമുള്ള മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികളൊന്നും ആയിട്ടില്ല. മുൻപ് സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആനുകൂല്യം ലഭിച്ചില്ല എങ്കിൽ അടുത്ത മാസം 5-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിതരണം ആരംഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ. 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. എന്നാൽ മെയ് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂട്ടി 3200 രൂപ വീതം ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നതാണ്.